നിങ്ങൾ പറഞ്ഞു തന്നില്ലേ ആ ഒരു രീതിയിൽ നോക്കിയിട്ടാണ് നമുക്ക് ഇതേപോലെ മുളക് ഉണ്ടാവുന്നത്. നമ്മുടെ അർബാനില ഏകരണേ ഇന്ന് നമുക്കുണ്ടല്ലോ നമ്മള് കുറച്ച് മുളക് ഇറക്കി വെക്കണത് നമ്മുടെ ഇതിപ്പോ നമ്മള് വഴുതിനിക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ, ഇന്ന് നമുക്കുണ്ടല്ലോ ചീരപ്പുട്ടാട്ടാ. അപ്പൊ രാവിലേക്കുള്ള കുറച്ച് ചീരയാണ് ഞാൻ അരിഞ്ഞെടുക്കണേ. അപ്പൊ ഇത്രയും ചീര മതി നമുക്ക്. അപ്പൊ ചീരപ്പുട്ട് ഉണ്ടാക്കണമെന്ന് നമ്മൾ കാണിക്കണില്ല, പലവട്ടം കാണിച്ചിട്ടുണ്ട്. പിന്നെ ചീര ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞ ചീരപ്പുട്ട് അല്ലെങ്കിൽ ചീരദോശ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ടാ കൂടുതൽ വെക്കുക. നമ്മളുണ്ടല്ലോ പറമ്പിലേക്ക് നനയ്ക്കാൻ വന്നിരിക്കുകയായിട്ടാ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 നേരം നനയ്ക്കാനുണ്ടാവും. അപ്പൊ രാവിലെ ഇവിടെ ഒരു പറമ്പിൽ വന്ന് നനയ്ക്കും, വൈകിട്ട് ഉച്ചതിരി നമ്മുടെ വീട്ടിലത്തെ പറമ്പിലായിട്ട് നനയ്ക്കൂട്ടാ. പിന്നെ നമ്മുടെ മുളക് കേട്ടാ, മുളകിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ ഈ മുളക് കണ്ട നമുക്കറിയാം, ഈ മുളക് വെച്ചത് തൊട്ട് നമ്മള് ഈ ഒരു വളർച്ച വരുന്ന വരെ ഇവരൊക്കെ എന്താ ചെയ്തിരുന്നത് നമ്മൾ ഓരോ വീഡിയോയിലും കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവർക്ക് അടിവളമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കോഴിക്കാട്ടും അതേപോലെ തന്നെ കട തൊടാതെ കോഴിക്കാട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ചവറിടും, അതിന് മുകളിൽ മണ്ണിടും. ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിലും കാണാം ഞാൻ ഇവർക്ക് ചവറൊക്കെ ഇട്ട് പോയത്. ഇപ്പൊ നമ്മൾ അതിന് മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ട ഷായിട്ട്. അപ്പൊ ഈ ഒരു വളം മാത്രമാണ് നമ്മൾ മുളകിന് അടിവളമായിട്ട് കൊടുക്കണേ. ഇതിപ്പോ 200 മുളകും തൈയാണ് നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനു മുന്നേ നമ്മളൊരു മാസം മുന്നേ ഇതേപോലെ തന്നെ ഒരു 200 മുളകും തൈ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതും കാട്ടിത്തരാട്ടാ, ഈ ഒരു വളങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഇവരുടെ വളർച്ച. അയ്യോട്ടാ, അപ്പൊ ഈ ഒരു മുളകും തൈ ഇട്ടാ, ഈ മുളക് ഇപ്പോ 40 ദിവസമായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നോക്കിയേ, ഇവർക്ക് നിറച്ച് പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഇവർക്ക് നല്ല കൊമ്പ് ജില്ലൊക്കെ ആയിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ തഴച്ച് വളരും ഇവര്. അപ്പൊ ഈ ഒരു വളങ്ങളാണ് നമ്മൾ ചെയ്യണത്, അടിവളം. പിന്നെ അടിവളമായിട്ട് നമ്മൾ ചെയ്യണ ഒരെണ്ണൂടി ചെയ്യൂട്ടാ, അത് ഞാൻ എല്ലാ വീഡിയോയിലും എടുത്ത് പറയാനുള്ളതാണ്. നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് നേർപ്പിച്ചിട്ട് അതിന്റെ തളി എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കണം. കാരണം ജൈവമായിട്ടുള്ള ചെയ്യുമ്പോൾ നമ്മള് എന്താ പറയാ, ആഴ്ചയിൽ എന്ന് പറഞ്ഞ പോലെ ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ആ വളർച്ചയെ കാണിക്കുള്ളൂ കേട്ടാ. അപ്പൊ നോക്കിയേ, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ചെടികളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എല്ലാവരും. ഇടയ്ക്ക് ഇവർക്ക് വരുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ മാവിന്റെ അടിയിലാണ് ഇവരെ നട്ടിട്ടുള്ളത്. അപ്പൊ ഇടയ്ക്ക് ഒരു കൊമ്പൊക്കെ ഒടിഞ്ഞു വീഴും, അപ്പൊ ഒരു തല ഒന്ന് ഒടിയും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ വരുന്നത്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, മുളകിന് ഓവർ വെയിൽ വേണമെന്നില്ല. എന്നാൽ അത്യാവശ്യം വെയിൽ കിട്ടും വേണം, അത്രയും മതി അവർക്ക്. പിന്നെ നമ്മൾ വേറൊരു 5-6 തരം വേറെ പലതരത്തിലുള്ള മുളകുകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കാണിച്ചു തരാട്ടാ. ഈ വക കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ട് അവരുടെ വളർച്ച. ഇപ്പൊ ഈ ഒരു മുളക് നിൽക്കുന്നതായാലും കണ്ട, ഇതേപോലത്തെ ഒരു വലിയൊരു മാവിന്റെ അടിയിലാണ്. ഈ മാവിന്റെ ഇലകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു വെയിലാണ് ഇവർക്ക് ആവശ്യമുള്ളൂ. നല്ലൊരു ഇളം വെയിൽ പോലെ കണ്ട. ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള മുളക് എന്ന് പറയുന്നത്. ഇതില് എന്താ പറയാ, എത്ര തരത്തിലുള്ള മുളക് എന്ന് പറഞ്ഞ ഒരു 6 തരം ഉണ്ട്. അന്ന് അങ്ങനെ എല്ലാവരും അടുപ്പിച്ച് വെച്ച് ഉണ്ടായി കഴിയുമ്പോഴാണ് ഇന്ന മുളക് എന്ന് അറിയുള്ളൂ കേട്ടാ. എന്നുവെച്ചാ വെള്ളുണ്ട, പിന്നെ ഒരു മഞ്ഞ കളറിലുള്ള മുളക്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ
ബജ്ജി മുളക്, അങ്ങനത്തെ പലതരം മുളകുകൾ അതൊക്കെ ഉണ്ടായി കാട്ടിത്തരാം. അപ്പൊ ഈ ഒരു വളം മാത്രം ചെയ്തിട്ട് കണ്ടോ നോക്കിയേ, ഒരു കേടൂല. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കാണുന്നത് ഫുള്ള് നമ്മുടെ ഈ മുളകുകളാട്ടാ. പിന്നെ നമ്മള് മുളകിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പിന്നെ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുളകിന്റെ ഇടയിൽ നമ്മൾ ചീരത്തൈകൾ നച്ചു കൊടുക്കും. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇപ്പൊ നല്ല വെയിൽ കൊടുത്ത് നടുമ്പോഴേ ആ ചീരയുടെ ഇടയിൽ നിൽക്കുമ്പോ അവർക്ക് ആ വെയിലിന്റെ ആ ഒരു ശക്തി കുറയുമല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കണ മുളകുകൾ നോക്കിയാ കണ്ടാ, ഇവിടെ ഇത്തിരി വെയിലിന് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ചീരത്തൈ കൂടി വെച്ച് കൊടുക്കുമ്പോ അത് ഒന്ന് മാത്രല്ല, മുളക് വലുതായും കിട്ടും. നമ്മുടെ ഈ ചീര കഴിഞ്ഞോട് കൂടിയിട്ട് ഇവരുടെ ആ ചെറുപ്പത്തിലത്തെ ആ ചൂടിന്റെ ആ പ്രതിരോധ ശേഷി കുറച്ച് കുറവായിട്ട് പെട്ടെന്ന് വളർന്നു വരും. വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നല്ല വെയിലായാലും. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടാ, അങ്ങനെ ഉണ്ടായും കിട്ടുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇനി നമ്മുടെ മുളക് ഉണ്ടായി നിൽക്കുന്നത് കാട്ടിത്തരാം. അത് നമ്മുടെ വീട്ടില് നമുക്ക് അങ്ങോട്ട് പോകാട്ടാ. എന്താ ടൈസ, അവരൊക്കെ എവിടെ പോയി? പിന്നെ നമ്മുടെ മുളക് ഇട്ടാ കണ്ടാ, ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ, ആ ഒരു രീതിയിൽ നോക്കിയിട്ടാണ് നമുക്ക് ഇതേപോലെ മുളക് ഉണ്ടാവുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇതൊന്നും ചെയ്യാണ്ടും ഈ വെള്ള മുളക് നന്നായിട്ട് ഉണ്ടാവണവരുണ്ട് കേട്ടാ. അപ്പോ പിന്നെ നമുക്ക് മുളകിനെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് എന്താണെന്നറിയോ, ഈ വെള്ളീച്ച ഒരു ഇലയുടെ അടിയിലൊക്കെ കാണാൻ ഇങ്ങനെ ഒരു വെള്ള, നമുക്ക് പൊടിയില്ല അതിലില്ല, ഇലയുടെ അടിയിലൊക്കെ ഇങ്ങനെ ഒരു വെള്ള കളറിൽ ഇരിക്കുന്നത്, അതൊക്കെ പോവാനായിട്ട് എന്താ ചെയ്യാന്ന്. അപ്പൊ ഞാൻ പറയാറുണ്ട്, കവച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജൈവ കീടനാശിനി തളിച്ചു കൊടുക്കുക. ഇപ്പൊ അത് മേടിക്കാൻ പറ്റണില്ലെങ്കിൽ ഉള്ള ഒരു ഇങ്ങനെ പോവാനുള്ള സംഭവം എന്ന് പറയുന്നത് എന്നിട്ടാന്നറിയോ, നമ്മുടെ കഞ്ഞിവെള്ളല്ലേ, കഞ്ഞിവെള്ളം നമ്മൾ ഒരാഴ്ച വെറുതെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുക. അപ്പോൾ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ തളി എടുത്തിട്ട് വെറുതെ ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തളിച്ചു കൊടുക്കുക കേട്ടോ. ഇലയുടെ അടിയിലേക്ക് തളിച്ചോ ഈ വെള്ളീച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടാവേ ഇല്ല. അതുപോലെ കുരുടി പൊക്കും പോട്ടാ. അപ്പൊ പിന്നെ എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഈ മുളക് ഈ പഴുത്ത മുളക് ഉണ്ടല്ലോ, ഇങ്ങനെ നിർത്തരുത്. ഉണ്ടാവണ പഴുത്ത് പൊട്ടിച്ചെടുക്കണം, അതല്ലെങ്കിൽ നമ്മുടെ ഈ കട ഉണങ്ങിപ്പോവും. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ പ്രാവശ്യം വേനൽക്കാലത്തൊക്കെ നമ്മൾ വീട്ടിലത്തെ മുളകാണ് നമ്മൾ പൊടിപ്പിക്കാൻ ഉപയോഗിക്കാന്നുള്ളത്. അപ്പൊ അതേപോലെ ഇപ്പൊ പഴുത്ത് തുടങ്ങിയ മുളകൊക്കെ നമ്മൾ അപ്പാപ്പ പൊട്ടിച്ചെടുക്കും, എന്നിട്ട് അതേപോലെ ഉണക്കിയെടുക്കും. ഉണക്കണ ടൈമിൽ ഇവർക്ക് എരിവ് കൂടുതലാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ കുറച്ച് കാശ്മീരി മുളക് കൂടി മേടിച്ചിട്ടാണ് പൊടിപ്പിക്കാന്ന് മാത്രം. അപ്പൊ ഞാനിപ്പോ ഈ പഴുത്ത് നിൽക്കുന്നതൊക്കെ പൊട്ടിച്ചെടുക്കൂട്ടാ. ഞാനുണ്ടല്ലോ നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലിട്ട് നേർപ്പിച്ചിട്ട് പറഞ്ഞു, നേർപ്പിക്കുന്നതല്ല പുളിപ്പിക്കുക കേട്ടാ, തെറ്റി പറഞ്ഞതാ, പുളിപ്പിക്കാടും. അതായത് ഒരു ഏറ്റവും കുറവ് ഒരു 7 ദിവസമെങ്കിലും അതിന്റെ തെളി എടുക്കുന്ന തെളി എത്രയാണോ അതിന് 4 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇവരെ കടക്കിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാട്ടെ. അതെല്ലാ പച്ചക്കറികൾക്കും ചെയ്യാട്ടാ. ഞാൻ പെട്ടെന്ന് ഇപ്പോഴും ഓർത്ത, എനിക്ക് ഒരു ഡൗട്ട്, നേർപ്പിച്ചു നല്ല ഞാൻ പറഞ്ഞേന്ന്. അപ്പൊ പുളിപ്പിക്കുക ഒരാഴ്ച കേട്ടാ. നോക്കിയേ കണ്ട, നമുക്ക് 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ തന്നെ പൊട്ടിക്കാൻ കിട്ടി തുടങ്ങും. ഇനി നമ്മുടെ ജാക്ക് ബീൻസ് നിൽക്കുന്നുണ്ട്, അതും കൂടി പൊട്ടിച്ചെടുക്കട്ടെ.
എന്താ ഇതൊരു ഭയങ്കര തൂപ്പാണ് ജാക്ക് ബീൻസിന്. അപ്പൊ എനിക്ക് തോന്നുന്നതേ എന്താ പറയാ കൊറേ പൂവുണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ അട്ടറല്ല അധികം വെയിലടിക്കണ്ടെന്ന് തോന്നുന്നു. ഈ കടയുമ്പോ പറയാൻ മാത്രം അങ്ങനെ പിടിക്കണില്ല. ഇനി അവിടെ ഒരാളുണ്ട്, അതുമ്പോ പിന്നെ നന്നായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാ ഈ കടയമ്മ കണ്ട നിറച്ച് പൂടും അതേപോലെ തന്നെ കായും ഉണ്ടാവുന്നുണ്ട് കേട്ടാ. പിന്നെ നോക്കി ഇതിന്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ടായി നിക്കണേ എന്താ ഇതേ എനിക്കെന്നെ കാണുന്നില്ലേ, ഞാനെന്നെ കണ്ണടച്ചിട്ട് മുറിക്കണ പോലെയാ. അയ്യോ കണ്ട അത് കണ്ടതാ പൂവടക്കം പോന്നു കാണുന്നില്ല. നമ്മളെ എങ്ങനെ നോക്കിട്ട് തൂപ്പുണ്ട് സാരില്ല. അപ്പൊ ഇന്നതാ എത്രയും നമ്മള് പൊട്ടിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ കറി കഴിക്കാൻ. ഇനി നമ്മുടെ ഓറഞ്ചിന്റെ അടുത്തേക്ക് പോട്ടാ. നോക്കി നമ്മുടെ അല്ലൂടെ കിടക്കുന്നുണ്ട് കേട്ടാ. ദേവണ്ണിയെ ഉറങ്ങാളെ പുറപ്പെടാള്. നമ്മള് കുറച്ച് മുള ഇറക്കി വെക്കണതാ നമ്മുടെ പച്ചക്കറികൾക്ക്, അതായത് പടരുന്നവരുണ്ടല്ലോ കയ്പ്, അവർക്കൊക്കെ പന്തലിടാൻ വേണ്ടിട്ട്. നമ്മുടെ ഓറഞ്ച് അറിയാലോ നന്നായിട്ട്. ഞാൻ വന്നപ്പോഴേക്ക് വീണ്ടും തുടങ്ങി നന്നായിട്ട് ഇങ്ങനെ പഴുത്ത് നിക്കണത്. അതായത് നല്ല കളർ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നീര് പറ്റും നമ്മുടെ ഈ കാലാവസ്ഥയില്. അപ്പൊ ഒരുവിധം നല്ലൊരു മൂപ്പായത് നോക്കി നമ്മൾ പൊട്ടിച്ചെടുക്കാട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ കുറച്ച് പേര് പൊട്ടിച്ചെടുക്കണം. ഇപ്പൊ ഈ വീണതൊക്കെ പൊട്ടിച്ചെടുക്കാറായതായിരുന്നു. നമ്മുടെ സിംബയുടെ കടച്ചിലാട്ടയിൽ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, എന്നെ പുറത്ത് കണ്ടിട്ട്. നമ്മൾ നോക്കിയേ ഇത്രയും ഓറഞ്ചായിട്ട് ഞാൻ പൊട്ടിച്ചെടുത്ത് നോക്കണത്. പിന്നെ നമ്മുടെ ഈ ഓറഞ്ച് അറിയാലോ, നമ്മുടെ ഓറഞ്ചിന്റെ ഉള്ളിൽ വെളുത്തിട്ടായിട്ട് ഇരിക്കാറ് ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ഓറഞ്ച് തൈ സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവിധ നഴ്സറികളിൽ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മണ്ണുത്തിയിൽ ഇപ്പൊ നമ്മൾ ചെന്നപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ തൈ എന്ന് പറയുന്നത് ഇപ്പൊ 5 വർഷമായിട്ടുണ്ട് നമ്മൾ വെച്ചിട്ട്. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ച് 2ാമത്തെ വർഷം തൊട്ട് ഇവരുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്നും ഉണ്ടാവണുണ്ട്. ഇപ്പോഴത്തുള്ള ഈ ഓറഞ്ച് തൈ മേൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ട ഇതേപോലത്തെ ഓറഞ്ച് തൈ തന്നെയാണ്. നാഗപ്പൂർ ഓറഞ്ച് എന്നാണ് നമ്മളോട് ഇത് പറഞ്ഞു നോക്കണത് കേട്ടോ അവര്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നഴ്സറികളിൽ നിന്ന് ഇപ്പൊ ഓറഞ്ച് തൈ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, സ്വീറ്റ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ ഓറഞ്ച് പോലെ ഇരിക്കും, ഉള്ളൊക്കെ ഓറഞ്ച് കളറാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് നഴ്സറിയിൽ പോയപ്പോ കിട്ടിയതാണ് ഈ ഒരു ഓറഞ്ച് തൈ. ഇത് ഞാൻ വെക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതുമത്തെ ഒരു ചെറുതായിട്ടൊരു പൂവുമതേ ഒരു കുഞ്ഞൊരു കായ വന്നിട്ടുണ്ട്. അറിയില്ല, ഉണ്ടായി കഴിയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ തനി ഓറഞ്ചാണ് പറഞ്ഞു നോക്കണത് കേട്ടോ അവര്. അറിയില്ല. അപ്പൊ അത് കഴിഞ്ഞു നമ്മുടെ ഓറഞ്ച് പൊട്ടിക്കലേ. പിന്നെ ഇപ്പൊ നമുക്ക് കറി വയ്ക്കാനായിട്ട് മത്തങ്ങ പൊട്ടിക്കണം. അത് ഞാൻ എടുക്കുക. അല്ല അവളെ അവിടെ നിന്ന് എണീറ്റ് ഇവിടെ വന്ന് കിടന്നു. ഞാൻ പറഞ്ഞോളൂ നല്ല ഉറക്കത്തിലേക്ക് പോവാന്ന ആള്. അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ അവിടെ വന്ന് നിൽക്കും, ഉറങ്ങാനുള്ള ക്ഷീണം. അപ്പൊ നമ്മളെ കാണും വേണം. അതിനുള്ള ഒരു ഇതിലാണ് ആള്. വേണ്ട എണീറ്റ്. നമ്മുടെ മത്തങ്ങ പൊട്ടിക്കാൻ വരണേ. ഇവിടെ പുല്ലൊന്നുമില്ല, പക്ഷെ മത്തങ്ങയുടെ ഇല കൂടുതലായ കാര്യം അടിയിൽ വലുത് കെടുക്കണോന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാനൊരു വടി കേട്ട് ഇറങ്ങി നോക്കണേ. ഇങ്ങനെ എനിക്ക് കൊടുത്തിട്ട് പോവാലോ. നമ്മളെ മത്തങ്ങ വല്ലപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ അരിവശം നോക്കിയുള്ളത് പൊട്ടിച്ചോണ്ടു ഇതിന്റെ ഉള്ളിലുള്ള നോക്കി ഇവിടെ നിൽക്കും. ഇപ്പൊ നോക്കി ഇതിന്റെ ഇടയിൽ വേറെ നിക്കണ്ട്. അപ്പൊ ഇന്ന് എന്താ പറയാ ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് മത്തങ്ങ. അപ്പൊ ആ ചേട്ടൻ വരുന്ന സമയത്ത് നേരിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ നമ്മുടെ കറിക്ക് ആവശ്യമുള്ളത് മാത്രം തന്നെ പൊട്ടിച്ചെടുക്കണുള്ളൂ. പിന്നെ നോക്കിയേ ഇതിന്റെ ഇടയിലും കണ്ട
മത്തിങ്ങ നിൽക്കണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഇതുമെന്ന് ഈ ഒരു ചെറിയൊരു മത്തിങ്ങ പൊട്ടിച്ചെടുക്കണുള്ളൂ. കാരണം ഈ വേപ്പിന്റെ കൊമ്പ് ചിലപ്പോൾ പൊടിയാൻ സാധ്യതയുണ്ട്. വേപ്പ് നശിച്ചു മത്തങ്ങ കയറിപ്പോയിട്ട്. ഓരോ വട്ടം മത്തങ്ങ ഉണ്ടാവുമ്പോഴും രണ്ട് അടിയിലേക്ക് വന്നിട്ടേ അവര് നശിച്ചു. നമ്മളുണ്ടല്ലോ 2 ദിവസം മുന്നത്തെ ഒരു വീഡിയോയിലല്ലേ ഞാന് മത്തങ്ങ അന്ന് പെങ്ങൾക്ക് പുറത്തയക്കുമ്പോ ഞാൻ പറയുന്നുണ്ട്, നോക്കി ഇപ്പോഴും മത്തങ്ങ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാട്ടിയത്. അപ്പൊ ഈ മത്തങ്ങക്ക് എന്തൊരു കുഞ്ഞു മത്തങ്ങയായിരുന്നു നോക്കിയേ, എന്തൊരു പെട്ടെന്ന് വലുതായേ. നോക്കിക്കൊണ്ടിരിക്കുക വലുതാവൂട്ടാ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ മത്തത്തൈന്ന് കുറേ മത്തങ്ങ കിട്ടിയിട്ടാ. എത്രയെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയല്ലേ ഏറ്റവും കുറേ ഒരു 30 മത്തങ്ങ നമുക്ക് കിട്ടിയിട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ചാന എടുക്കാനായിട്ട് പോണത്. അപ്പൊ നമ്മുടെ ഈ ഇവിടുന്ന് നമ്മുടെ റോട്ടിലേക്ക് കിടക്കണം. റോട്ടിലേക്ക് കടന്നിട്ട് 2-3 വീട് കഴിഞ്ഞിട്ടുള്ള ഒരു വീട്ടിൽ നിന്നായിട്ട് നമ്മൾ എടുക്കണേ. നമ്മുടെ അർബാനിലായ കാരണേ ചാണകം ബുദ്ധിമുട്ടില്ല കേട്ടാ, നല്ല ഈസിയാണ്. ഇത് നമ്മുടെ ഉണ്ടല്ലോ പച്ച ചാണകം നന്നായിട്ട് കലക്കിയിട്ട് നമ്മളിവിടെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടാ. പെട്ടെന്ന് വളർച്ച വരും കേട്ടാ പച്ച ചാണകം കൊടുക്കുമ്പോ. ജൈവമായിട്ടുള്ള ചെയ്യുമ്പോഴേ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമുക്ക് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പച്ച ചാണകം ഒരു ദിവസം കളിക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ദിവസം നമ്മുടെ കപ്പലിന്റെ പിണ്ണാക്ക് പുളിപ്പിച്ചത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു ദിവസം നമ്മുടെ കവജ് തെളിച്ചു എന്താ പറയാ കീടങ്ങളൊന്നും വരാണ്ടിരിക്കുക അത് ചെയ്യും. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യൂട്ടാ. ഇതിപ്പോ നമ്മള് വഴുതിനിക്കും വെണ്ടയ്ക്കാണ് ഈ പച്ച ചാണകം ഇപ്പൊ കലിക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പൊ ചേച്ചിമാരോടാണ് ആദ്യം ഹായ് പറയണേ. പുഷ്പ വിൽസൺ, ഹായ് പുഷ്പച്ചി. ഷിബി പുത്തൂർ, ഹായ് ഷിബിച്ചി. രമ്യ രവീന്ദ്രൻ, ഹായ് രമ്യ. രാഗി വിനോദ്, ഹായ് രാഗി. ഇനി നമ്മുടെ പാചകത്തിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ. ഇനി നമ്മളുണ്ടല്ലോ മത്തങ്ങ പുളിക്കറി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാലേ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ലൊരു ഒഴിച്ചു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഞാനിതാ മത്തങ്ങ ഇതേപോലത്തെ ഓരോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു മത്തങ്ങയുടെ അളവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 300-ൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും കേട്ടോ കഷ്ണങ്ങൾ. ഇതിലേക്ക് നമുക്കിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ഇതാ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഇടുന്നത് നോക്കിയേ പച്ചമുളക് കേട്ടോ. ഒരു 3 പച്ചമുളക് ഇതാ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇതാ വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മത്തങ്ങയ്ക്ക് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ തന്നെ നമുക്കിതാ വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് വേവിച്ചൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്കുണ്ടല്ലോ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി നമുക്കിതാ തീ കത്തിച്ച് നമ്മുടെ ചട്ടിത അടപ്പത്തേക്ക് കയറ്റാം. മൂടി വയ്ക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വേവട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു വറവും കൂടി റെഡിയാക്കണം. അപ്പോൾ ഞാനിതാ തീ കത്തിച്ച് തൊട്ടോടെ ചീനിച്ചട്ടി കൂടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ.
ചീനിച്ചട്ടി ഇത് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഞാനൊരു 2 ടീസ്പൂൺ അരി ഇതാ നന്നായിട്ട് കഴുകി വരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കണ ഏത് അരിയിലും മതി. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണില്ല കേട്ടോ. കഴുകി എടുത്ത അരിയായ കാരണം ആ നനവൊക്കെ ആദ്യം ഒന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഇത് വറവ് ശരിയായി വരുള്ളൂ. ഇതാ അരി കഴുകി അരിയായി കാരണം ഇതാ അരിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കി 2 ടീസ്പൂണ് നമ്മുടെ മല്ലിയാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. ഇതാ അരി കണ്ട പെട്ടെന്ന് പൊട്ടി തെറിച്ച് തുടങ്ങി. കൂടെ തന്നെ ഞാനിതാ ഒരു 4 വറ്റമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ മുളകും മല്ലിയും അതേപോലെ അരിയൊക്കെ കണ്ട അതാ അരിയൊക്കെ ഇതേ വറുത്ത് അങ്ങനെ പോകുന്നുണ്ട് കണ്ട പൊരി പോലെയാവും. അപ്പോൾ നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനിതാ ഒരു പിടി നല്ലോണം ഒരു പിടി നാളികേരം കണ്ട ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് നാളികേരത്തിൻ്റെ കൂടെ നന്നായിട്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുക്കണം കേട്ടോ. മത്തങ്ങ നോക്കിയേ തിളച്ചിട്ടുണ്ട്. നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്തോട്ടെ കേട്ടോ. മത്തങ്ങയ്ക്ക് പെട്ടെന്ന് വേവും. എന്നിട്ട് ഞാനിതാ ഒന്നും കൂടി മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതാ മത്തങ്ങ ഇതപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഒരു കഷ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം കണ്ട ഉടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കഷ്ണം ഉടയ്ക്കേണ്ട, ചില കഷ്ണങ്ങൾ മാത്രമായിട്ട് ഉടയ്ക്കുക കേട്ടോ. ഒന്ന് ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കോലുപ്പുളി ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പുളിയൊക്കെ ഒഴിച്ച് നമ്മുടെ കറി നോക്കി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് കേട്ടോ നമ്മൾ അടിച്ചു കൊണ്ടതുണ്ടല്ലോ, അതായത് നമ്മുടെ മുളക് അതേപോലെ നമ്മൾ പിന്നെ അരി മല്ലി ഇതൊക്കെ കൂടി വറുത്ത് നാളികേരത്തിൽ അരച്ചിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെണ്ണ പോലെ തന്നെ അടിച്ചെടുത്തോളൂ. ഇതൊരു ഒഴിച്ച് കറിയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല ചാറ് ഇങ്ങനെ അരഞ്ഞു തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇതിലിതാ ഒന്നുകൂടി കഴുകിയെടുക്കാം നമുക്ക്. ഇനിതാ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് പോവാതെ നോക്കണം കേട്ടോ. അരപ്പൊക്കെ ഒഴിച്ചിട്ട് നോക്കിയേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഇങ്ങനെ ഒരു അഴവിലിരിക്കണം കേട്ടോ നമ്മുടെ ഈ കറി ഇതേപോലെ. അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ ചട്ടിയിലായി കാരണം കുറച്ചും കൂടി ഒന്ന് പറ്റൂട്ടാ. ഇനി നമുക്കിതാ ഇതിലേക്ക് താളിക്കണം. അപ്പോൾ ഇതാ തീ കത്തിച്ച് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചീനിച്ചട്ടി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളിതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ നോക്കിയേ ഇത്തിരി ഉള്ളട്ടെ നമ്മുടെ ഉലുവ. പിന്നെ നമ്മളതിലേക്ക് 2 പച്ചമുളക്, കതിര്, വേപ്പില. ആ പച്ചമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറട്ടെ. അല്ല പച്ചമുളകിൻ്റെ അല്ല മുളകിൻ്റെ കളറൊക്കെ ഇതൊന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി കേട്ടോ. കണ്ട ഒരു നുള്ളെടുത്തിട്ടുള്ളൂ ഇട്ട് കൊടുക്കാം. നമുക്കിതാ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ട ഈ പുളിക്കറിയിൽ ഇങ്ങനെ ഇവിടെ കടുകും ഉലുവയും മുളകും ഒക്കെ തന്നെ പൊന്തിക്കെടുക്കുമ്പോൾ തന്നെ കാണാൻ ഭംഗിയാട്ടാ. അതേപോലെയാണ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. പെട്ടെന്നൊക്കെ വയ്ക്കാം നമുക്ക് അങ്ങനത്തെ ഒരു കറി. എനിക്ക് പണ്ടൊക്കെ നമ്മുടെ ആ അമ്മമാർ കാണാം പറഞ്ഞ സമയം കൊണ്ട് കറി വെച്ച് വരുന്നത് അത്രയും ടേസ്റ്റാണ്. അപ്പം ഇനി ടേസ്റ്റ് വേണ്ടി സൈഡിന് പിടിക്കട്ടെ കേട്ടാ. പപ്പടം എടുത്തിട്ടുണ്ട്. ഓ ഒരു ചാറ് കറി കേട്ടാ. നമുക്ക് ചൂടുണ്ട്. ആ ചൂടുണ്ട് ചേട്ടാ. അടിപൊളി കറിയാ അത്. ഇതിരി ശരിക്കില്ലേ
ഈ പപ്പടമൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് കുഴച്ച് പിടിച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴല്ലേ എനിക്ക് പപ്പടം ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. ഇതും കൂടി കഴിക്കാൻ ഇങ്ങനെ കടിക്കുമ്പോൾ ഇല്ലേ നല്ലൊരു ടേസ്റ്റാണ്. ഇതാണ് രുചി. ശരി, അതന്നെ നല്ല എന്താ പറയാ, ആ ചൂടോട് കൂടിയിട്ട് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല അത്ര രസമാണ് ശരിക്കും. നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ചോറ് കഴിക്കുമ്പോഴേ ചിക്കൻ ഇതൊന്നും വേണ്ട, ഇങ്ങനത്തെ കറികളാണ് നല്ലത്. അടിപൊളിയല്ലേ? ഭയങ്കര രസമാണ്. ഇതൊക്കെ ഒരു സെക്കൻഡ് വേണോടെ കഴിക്കാനായിട്ട്. പപ്പടം വേണം, അപ്പോൾ നല്ല നല്ല രസമായിട്ട് കഴിക്കാൻ പെട്ടെന്ന്. ഞാൻ നിർത്താൻ പറയാൻ മറക്കാതെ ഇത് കണ്ടപ്പോൾ. അപ്പോൾ എല്ലാവരും നോക്കിയോളൂ, പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന കറിയും. നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം കേട്ടോ.